വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് കാനഡ. വികസിത പാശ്ചാത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശമുള്ള രണ്ടാമത്തെ രാജ്യവും ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യവുമാണ് കാനഡ. വലിപ്പത്തിൽ മുന്നിലാണെങ്കിലും സമീപമുള്ള അമേരിക്കയെ അപേക്ഷിച്ച് കാനഡയിൽ ജനവാസം കുറവാണ്. ആർട്ടിക് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതാൽ മിക്ക സ്ഥലങ്ങളും മഞ്ഞ് മൂടി തണുത്ത ജനവാസ യോഗ്യമല്ലാത്തതിലാണ് ഭൂരിപക്ഷം ജനങ്ങളും ഇംഗ്ലീഷ് യൂറോപ്യൻ വംശജരാണ്. തദ്ദേശ വംശജരായ ഇന്ത്യൻസും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരുമായിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കുടിയേറി പാർക്കുന്ന ഒരു രാജ്യമാണ് കാനഡ. കാനഡയിൽ താമസിക്കുന്നവർക്ക് കുറഞ്ഞ ചിലവിലുള്ള വിദ്യാഭ്യാസം, സൗജന്യ ആരോഗ്യ പരിരക്ഷ, ക്ഷേമ ആനുകൂല്യങ്ങൾ, റിട്ടയർമെൻറ്റ്, സുരക്ഷ, പൊതുസുരക്ഷ, മെച്ചപ്പെട്ട പൊതു അടിസ്ഥാന സൗകര്യങ്ങളും പൊതു ഉപയോഗത്തിന് യോഗ്യമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നതും ചിട്ടയോടുകൂടി നിയന്ത്രിക്കുന്ന സുരക്ഷിതവുമായ കായിക വിനോദ കേന്ദ്രങ്ങൾ എന്നിവ അവിടെ നികുതി അടയ്ക്കുന്നതിലൂടെ ലഭ്യമാണ്. മാത്രമല്ല സബ്സിഡി മുഖേനയുള്ള സൗകര്യങ്ങളും ഇതിനാൽ ലഭ്യമാണ്. ഉദാഹരണത്തിന് ശിശുപരിപാലനം, ആവശ്യമായ മരുന്നുകൾ തുടങ്ങിയവ. വിദ്യാഭ്യാസത്തിനും ജോലിക്കും അങ്ങോട്ടേക്ക് പോകുന്നവരും അനേകമുണ്ട്. കാനഡയിൽ പഠിക്കുന്നവർക്ക് ആ രാജ്യത്ത് ജോലി ലഭിക്കാനും പിന്നീട് സ്ഥിരതാമസത്തിനും വ്യവസ്ഥകൾ അവിടെയുണ്ട്. ഇന്ത്യയിൽ നിന്നും കുടിയേറിയ അനേകരെ കാനഡയിൽ കാണാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഭൂരിപക്ഷവും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. കാനഡയിൽ ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യം, പൗരാവകാശം, ജെൻഡർ തുല്യത, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മൂല്യങ്ങൾക്ക് പ്രത്യേക പരിഗണന ലഭ്യമായ ഒരു രാജ്യമാണ് കാനഡ. കനേഡിയർ അവരുടെ വ്യക്തിപരമായ സാമൂഹിക ക്ഷേമവും ആനുകൂല്യങ്ങളും സാമൂഹിക പ്രവർത്തനം ഉറപ്പാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന വളരെയധികം വിലമതിക്കുന്നു. എന്നിരുന്നാലും ഭൂരിഭാഗം ജനങ്ങളും കർക്കശ മനോഭാവത്തോടുകൂടി വംശീയമായി ധാർഷ്ട്യം അതിൻ്റെ കാഠിന്യത്തിൽ പ്രകടിപ്പിക്കുന്നവരാണ്. കുടിയേറ്റ സമൂഹത്തോട് തങ്ങളുടെ വംശീയ ആധിപത്യം സ്ഥാപിക്കുവാൻ ഒട്ടും മടിക്കുന്നവരുമല്ല. പ്രധാന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ്. എന്നാൽ ഇവ അറിയേണ്ടതായിട്ടില്ല. പക്ഷേ നിയമപരമായ കുടിയേറ്റത്തിന് ഈ ഭാഷകളുടെ പ്രാവീണ്യം അനിവാര്യമാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ ഗ്രൂപ്പായി ഫ്രഞ്ച് കമ്മ്യൂണിറ്റി നിലകൊള്ളുന്നു. ഫ്രഞ്ച് സംസാരിക്കുന്ന